ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരുപാട് സന്തോഷമുള്ള ഒരു വാർത്തയാണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കുള്ള PSC നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഒക്ടോബർ 30 പ്രസിദ്ധീകരിക്കുവാനായിട്ട് PSC തീരുമാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 21 ചേർന്ന PSC കമ്മീഷൻ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 30 റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്യും. റിസർച്ച് ഓഫീസർ തസ്തിക ഒരു ഗസറ്റഡ് റാങ്കിലുള്ള തസ്തികയാണ്. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ 2019 റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 51,400 മുതൽ 1,10,300 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഓഫ് പേ വീണ്ടും റിവൈസ് ചെയ്യും. ഓരോ 5 വർഷം കൂടുമ്പോഴും ശമ്പള പരിഷ്കരണം വരാറുണ്ട്. കാരണം 2014 ഈ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 36,600 മുതൽ 79,200 ആയിരുന്നു. അപ്പോൾ അത് 2019 റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേ വന്ന സമയത്ത് അത് 51,400 മുതൽ 1,10,300 ആയി. അപ്പോൾ ഇനി ഈ ഒരു 5 വർഷം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു ശമ്പള പരിഷ്കരണം വരും. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ ഒരു വർധനവ് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും വലിയൊരു സ്കെയിൽ ഓഫ് പേ, അതുപോലെ ഗസറ്റഡ് റാങ്കിലൊരു തസ്തിക, അപ്പോൾ ഒരു ഒറ്റ PSC പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു റിസർച്ച് ഓഫീസർ എന്ന് പറയുന്നത്. അതും പല PSC പരീക്ഷകൾ, ജനറൽ PSC പരീക്ഷകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. എന്നാൽ ഈ ഒരു പരീക്ഷയിൽ 10,000-നടുത്ത ആളുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ റിസർച്ച് ഓഫീസർ പരീക്ഷ എഴുതിയത്. അത്രയും കോമ്പറ്റീഷൻ കുറവുള്ള ഒരു പരീക്ഷ, ആ പരീക്ഷ എഴുതി നിങ്ങൾ ഏറ്റവും ടോപ്പിലെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന സാലറി ഇത്രയും വലിയൊരു തുകയാണ്. മാത്രമല്ല ഒരു ഗസറ്റഡ് റാങ്കിലേക്കാണ് നിങ്ങൾ കയറുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയൊരു അവസരം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് തന്നെ വിനിയോഗിക്കുക. റിസർച്ച് ഓഫീസർ പരീക്ഷ ആർക്കൊക്കെയാണ് എഴുതാൻ സാധിക്കുക? കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ ഫസ്റ്റ് ക്ലാസ് ഒരു സെക്കൻഡ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകമായിട്ട് PG മാത്സ് പഠിച്ചവർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഒരു സബ്ജക്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ എങ്കിലും പഠിച്ചിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു. ഇത് കൂടാതെ തന്നെ PG കൊമേഴ്സ് കൂടി ഈ ക്വാളിഫിക്കേഷനായിട്ട് ആഡ് ചെയ്തതായിട്ട് ഒരു ഗസറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷനിൽ നമ്മൾക്കത് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ഗസറ്റ് പ്രകാരം കൊമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പരീക്ഷ എഴുതാം. എന്നാൽ അവർ സ്റ്റാറ്റിസ്റ്റിക്സോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ അർത്ഥമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു സബ്ജക്റ്റായി ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവൽ എങ്കിലും പഠിച്ചിരിക്കണമെന്നും ആ ഒരു ഗസറ്റിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി നമ്മളുടെ ഈ പുതിയ നോട്ടിഫിക്കേഷനിൽ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കൊമേഴ്സുകാരും പ്രത്യേകമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഉടൻ ആരംഭിക്കുക. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ ഈ വരുന്ന നവംബർ 10 റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ റിസർച്ച് ഓഫീസർ പരീക്ഷ മുതൽ തുടങ്ങിയ എല്ലാ കോഴ്സുകളിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ്. തൊട്ട് മുൻപ് നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയാണ് നമ്മുടെ റിസർച്ച് ഓഫീസർ പോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു പരീക്ഷ. അതും PG ലെവൽ എക്സാം ആയിരുന്നു, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ PG ഉള്ളവരാണ് ആ ഒരു പരീക്ഷ എഴുതിയത്. ആ ഒരു പരീക്ഷയിൽ 1ാം റാങ്ക് ഉൾപ്പെടെ 35 റാങ്കുകളാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കരസ്ഥമാക്കിയത്. അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷയായ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെയായിരുന്നു. അതും വിവിധ ജില്ലകളിൽ 1, 2, 3, 4, 5 റാങ്കുകൾ ഉൾപ്പെടെ 55 റാങ്കുകളായിരുന്നു നമ്മൾക്ക് നേടാൻ സാധിച്ചത്. അതുപോലെ കഴിഞ്ഞ റിസർച്ച് ഓഫീസർ പരീക്ഷയിലും 10 റാങ്ക് ഹോൾഡേഴ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നടത്തിയ എല്ലാ കോഴ്സുകളിലും, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ പ്രധാന വിഷയങ്ങൾ വരുന്ന പോസ്റ്റുകൾക്കാണ് ലേൺ ഫാസ്റ്റ് പ്രധാനമായും കോച്ചിങ് നൽകുന്നത്. ഇപ്പോൾ റിസർച്ച് ഓഫീസർ ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, റിസർച്ച് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, മറ്റൊരു സ്ഥാപനത്തിനും തോൽപ്പിക്കാനാവാത്ത രീതിയിലുള്ള അത്രയും മികച്ച റിസൾട്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലെ ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന റിസർച്ച് ഓഫീസർ പരീക്ഷയിലും 1ാം റാങ്ക് ഉൾപ്പെടെ കേരളത്തിലെ ഹയസ്റ്റ് നമ്പർ ഓഫ് റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് തന്നെ ആയിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. അതിനുവേണ്ടിയായിരിക്കും ഇനിയുള്ള നാളുകൾ നമ്മുടെ പ്രയത്നവും. അപ്പോൾ നവംബർ 10 ആരംഭിക്കുന്ന റിസർച്ച് ഓഫീസർ കോഴ്സിനെ കുറിച്ച് കൂടുതലായി അറിയുന്നതിനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. റിസർച്ച് ഓഫീസർ എന്നൊരു മെസ്സേജ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു.